ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ, ഇനി വളരെ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ 5 വർഷം ആര് ഈ നാട്ടിനെ നയിക്കണം എന്നുള്ള കാര്യത്തിലുള്ള ഒരു തീരുമാനം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് പൊതുവായിട്ടുള്ളൊരു ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ? ഒപ്പം കേരളത്തിലെ സ്ഥിതി? ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള ഒരു സമയമാണ്. ഒരുപക്ഷെ രാഷ്ട്രീയമായി വോട്ടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളോളം ഇന്ത്യയിൽ പടർത്തിവിട്ടിട്ടുള്ള വർഗീയതയുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഗണിക്കാതെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളുണ്ട്. അത്തരം ഇടപെടലുകൾക്കെതിരെ ശക്തമായ ഒരു പ്രതിരോധമുയർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേവലം ഒരു വോട്ട് ബാങ്ക് എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ കേവലം വോട്ട് നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി സംഘപരിവാർ ഉയർത്തുന്ന വർഗീയതയ്ക്കെതിരെ, അതുപോലെ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനെതിരെ വലിയ ഒരു ശബ്ദമാകാൻ, വലിയൊരു ശക്തിയായി മാറാനായി ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ദേശീയ തലത്തിൽ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രതീക്ഷയായി നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയമായ ഒരു പ്രതിരോധം കൂടി ഉയർത്തിപ്പിടിക്കാനായി ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷമടക്കം മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു രാഷ്ട്രീയം, ഒരുപക്ഷെ 20 സീറ്റും ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാൻ കഴിയും. സർവേകൾക്കൊക്കെ അപ്പുറത്തേക്ക് അറിയാം, നമുക്ക് സർവേകളുടെ ഒരു പരിമിതി നമുക്കറിയാം. കഴിഞ്ഞ തവണ സർവേയിൽ തോൽപ്പിച്ച 26 പേർ ഇന്ന് കേരള നിയമസഭയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സർവേകൾക്കൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ ഒരു സ്വാധീനം ഉണ്ടാകും. ഇടതുപക്ഷത്തിൻ്റെ വലിയ ഒരു വിജയം കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ മുൻപ് എപ്പോഴൊക്കെയാണോ ഇത്തരം വർഗീയ ശക്തികൾ ഇന്ത്യയിൽ വലിയ വേരോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്, അന്നൊക്കെ എങ്ങനെയാണോ ഇടതുപക്ഷത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്, അത്തരത്തിൽ തന്നെ ഇത്തവണയും വലിയ ഒരു പ്രതിരോധത്തിൻ്റെ ശബ്ദമായി ഇടതുപക്ഷം ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ മുന്നിലുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു റിസൾട്ട് ആയിരിക്കും ഈ വരാൻ പോകുന്നത് എന്നുള്ളത് കൂടിയാണ്